അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മക്രോണി മസാലയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ലേശം എണ്ണ ഒഴിച്ചെടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 4-5 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി നന്നായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി കരിഞ്ഞിടാം. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് ബ്രൗൺ കളറൊന്നും ആവണ്ട. സവാള ഒരുവിധം പാടിക്കഴിയുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മളിതിൽ ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്. ഇതിൽ ക്യാരറ്റോ ക്യാബേജോ എന്ത് വേണമെങ്കിലും ചേർക്കാം. പക്ഷെ ഞാനിന്ന് ക്യാപ്സിക്കം മാത്രമേ ചേർക്കണുള്ളൂ. നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. നല്ല പൊടിയായി വരുന്ന ക്യാപ്സിക്കാണ്. തീരെ കനം കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് മൂത്ത് കിട്ടും. ഒരുപാട് മൂക്കണ്ട. ചെറുതായിട്ടൊന്ന് നന്നായിട്ട് വാടിക്കിട്ടിയാൽ മതി. ക്യാപ്സിക്കം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് തക്കാളി ഇട്ടു. ഇതിനാവശ്യമായ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇടാം. കുറച്ച് ഗരം മസാലപ്പൊടി ഇടാം. നമ്മളിതിൽ കുരുമുളക് പൊടി ഇട്ടു, ഗരം മസാലപ്പൊടി ഇട്ടു. നമുക്ക് ഇതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കാം.
നമുക്കതിലേക്ക് ഒരു സ്പൂണ് സോയാ സോസ് ഒഴിക്കാം. ടൊമാറ്റോ സോസ് ഒരു സ്പൂൺ ഒഴിക്കാം. ഒരു സ്പൂണ് സോയാ സോസ് കൂടി ഒഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനമായി നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഡിഷാണ്, നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് മക്രോണി മസാല. എല്ലാവരും അപ്പോൾ നമ്മുടെ മക്രോണി മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും, തയ്യാറാക്കുന്നതായിരിക്കും, എന്നാലും എല്ലാവരും ട്രൈ ചെയ്യണം. നമ്മുടെ മക്രോണി മസാല റെഡി. അപ്പോൾ നമ്മുടെ മക്രോണി മസാല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. എല്ലാവർക്കും വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണും വരെ ടാറ്റാ ബൈ ബൈ.